ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പരിഷ്കരിച്ച പലിശ ഇളവ് നിലവിലുള്ള പലിശ ഇളവോടെ തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 14 ഖാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കം. 4 സംസ്ഥാനങ്ങളിലായി 70,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടക്കും. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തി സംസ്ഥാന മന്ത്രിസഭ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. 4 സംസ്ഥാനങ്ങളിലായി 70,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗാംഗ്ടോക്കിൽ സിക്കിം രൂപീകരണത്തിന്റെ 50ാം വാർഷികാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. തുടർന്ന് പശ്ചിമ ബംഗാൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അലിപ്പൂർ ദുവാർ, കൂച്ച് ബെഹാർ ജില്ലകളിലെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിക്ക് തുടക്കം കുറിക്കും. തുടർന്ന് ബീഹാറിലെത്തുന്ന ശ്രീ മോദി നാളെ വൈകുന്നേരം പട്ന വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യും. പട്നയിൽ നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. മറ്റന്നാൾ ബീഹാറിലെ കാരാക്കട്ടിൽ 48,520 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 20,900 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പരിഷ്കരിച്ച പലിശ ഇളവ് പദ്ധതി നിലവിലുള്ള 1.5% പലിശ ഇളവ് സഹിതം തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വഴി കർഷകർക്ക് 3 ലക്ഷം രൂപ വരെ 7% സബ്സിഡി പലിശ നിരക്കിൽ ഹ്രസ്വകാല വായ്പ ലഭിക്കും. മൃഗസംരക്ഷണം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് മാത്രമായി എടുക്കുന്ന വായ്പകൾക്ക് 2 ലക്ഷം രൂപ വരെ പലിശ ആനുകൂല്യവും ലഭിക്കും. 2025-26 വിപണന സീസണിൽ 14 ഖാരിഫ് വിളകൾക്കുള്ള മിനിമം താങ്ങുവിലയ്ക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇതിലൂടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കാനാകുമെന്ന് ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. खरीफ के लिए किसानों के लिए बहुत बड़ा एक फैसला लिया गया है. सीएसीपी की रिपोर्ट पर 2025-26 के खरीफ मार्केटिंग सीजन के लिए आज कैबिनेट में एमएसपी अप्रूव हुआ है. टोटल अमाउंट इसका 2,07,000 करोड़ के आसपास का एस्टिमेट किया गया है और किसानों को उनकी कॉस्ट के ऊपर 50% मिनिमम मार्जिन मिले उसका ध्यान रखा गया है. तो जितने भी क्रॉप्स हैं हर एक क्रॉप के लिए कॉस्ट प्लस 50% इस चीज का ध्यान रखा गया है. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും റെയിൽവേയുടെ 2 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ദേശീയപാത 67-ൽ 3,653 കോടി രൂപ ചെലവിൽ 108.34 കിലോമീറ്റർ നീളമുള്ള 4-വരി ബെദ്വേൽ നെല്ലൂർ ഇടനാഴിയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ലഭിച്ചു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി പാർലമെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. ലോക നേതാക്കളുമായും പൗരപ്രമുഖരുമായും മാധ്യമ പ്രതിനിധികളുമായും സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ന് ഇന്തോനേഷ്യയിലെത്തി. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം സിയറ ലിയോണിലേക്ക് പുറപ്പെട്ടു. അതേസമയം BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം റോമിലും കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം പനാമയിലും NCP MP സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സംഘം ദക്ഷിണാഫ്രിക്കയിലും DMK അംഗം കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗ്രീസിലും പര്യടനം നടത്തുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടക്കും. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് മോക്ക് ഡ്രിൽ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനം ഇതിന്റെ ഭാഗമായി നൽകും. വിവിധ മതസംഘടനകൾ, സർക്കാർ വകുപ്പുകൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകും. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും
മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായി തുടരുന്ന മഴയിലും കാറ്റിലും വൈദ്യുതി വിതരണ സംവിധാനത്തിന് 60 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി KSEB. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്കും കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരത്തിനും ജൂൺ 1 വരെ നിരോധനം ഏർപ്പെടുത്തി. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത വികസന പദ്ധതികൾക്കായി 982 കോടി രൂപ അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഓരോ നിയമസഭാ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വീതമാണ് അനുവദിക്കുക. മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ അറിയിപ്പ് പിന്നീട് ഉണ്ടാകും. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ വനം വന്യജീവി വകുപ്പിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി. കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിനുള്ള സർക്കാർ ഉത്തരവുകളുടെ കാലാവധി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഊർജിതം. UDF സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച വിഷയം സംസ്ഥാന നേതാക്കളുമായി സംസാരിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടക്കും. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് BDJSനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നതായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അടുത്ത മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ വീണതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ വേണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു പ്രയാസം നേരിടുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് അടിസ്ഥാനമുണ്ടോ എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിശോധിച്ചു. ഒരടിസ്ഥാനവും ഇല്ല. ജാഗ്രത മാത്രം മതി. ആശങ്കയുടെ ആവശ്യമില്ല. ഇപ്പോൾ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തിന് യാതൊരു കുഴപ്പമില്ല. ആ മത്സ്യം ഗുണഭോക്താക്കൾക്ക് വാങ്ങാം, അത് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റായ തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. കേരള തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ എണ്ണ മലിനീകരണ സാധ്യത തടയുന്നതിന് കൊച്ചിയിൽ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. എണ്ണച്ചോർച്ച സംഭവിച്ചിട്ടില്ലെന്നും കണ്ടെത്തിയ ഇന്ധനത്തിന്റെ അംശം ഉടൻ നീക്കം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനും എണ്ണയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും 108 ഉദ്യോഗസ്ഥരുടെ സംഘത്തെ തീരത്ത് വിന്യസിച്ചതായി കേന്ദ്ര സർക്കാരിന്റെ നോട്ടിക്കൽ ഉപദേഷ്ടാവ് ക്യാപ്റ്റൻ അബുൽ കലാം ആസാദ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 7 സ്ഥലങ്ങളിലായി 50ഓളം കണ്ടെയ്നറുകളാണ് കണ്ടെത്തിയത്. ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയുമെന്ന് KSEB. പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 3 പൈസയും 2 മാസം കൂടുമ്പോൾ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 1 പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കും. ഇക്കഴിഞ്ഞ ഏപ്രിലിലും ദ്വൈമാസ ബില്ലുകളിലെ ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയിരുന്നു. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നാളെ പഞ്ചാബ് കിങ്സിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. വെള്ളിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ 3-ാം സ്ഥാനത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ്, റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് വിജയം. മലേഷ്യൻ ജോഡിയെയാണ് ഇരുവരും പരാജയപ്പെടുത്തിയത്. മിക്സഡ് ഡബിൾസിൽ രോഹൻ കപൂറും ഋതിക ശിവാനി ഗാഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. അതേസമയം പുരുഷ സിംഗിൾസിൽ ആദ്യ റൗണ്ട് പോരാട്ടത്തിന് ശേഷം ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ലക്ഷ്യ സെൻ പിന്മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പരിഷ്കരിച്ച പലിശയിളവ് നിലവിലുള്ള പലിശയിളവോടെ തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 14 ഖാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കം. 4 സംസ്ഥാനങ്ങളിലായി 70,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തി സംസ്ഥാന മന്ത്രിസഭ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.